നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മാസത്തിനു ശേഷം സർവീസ് പുനരാരംഭിച്ച റോബിൻ ബസ് വഴിനീളെ തടയുന്നു. പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസിനായി ഇന്ന് പുലർച്ചെ 5 മണിക്ക് പുറപ്പെട്ട ബസ് ആദ്യം മൈലപ്രയിൽ എത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. രേഖകൾ പരിശോധിച്ച ശേഷം ബസ് സർവീസ് തുടരാൻ അനുവദിച്ചെങ്കിലും ശേഷം വീണ്ടും തടയുകയായിരുന്നു. മൂവാറ്റുപുഴ ആനിക്കാട് വെച്ചാണ് റോബിൻ ബസ് മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും തടഞ്ഞത്. ബസ് തടഞ്ഞ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് പുലർച്ചെ 5 മണിക്കാണ് റോബിൻ ബസ് യാത്ര ആരംഭിച്ചത്. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള 41 യാത്രക്കാരുമായാണ് ബസ് കോയമ്പത്തൂരിലേക്ക് യാത്ര ആരംഭിച്ചത്. രാവിലെ തന്നെ മൈലപ്രയിൽ ബസ് തടഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം ബസ് സർവീസ് തുടരുകയായിരുന്നു. സർവീസ് തടസ്സപ്പെടുത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ആരോപിച്ചിരുന്നു. തടസ്സങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ബസ്സുമായി സർവീസിന് ഇറങ്ങുന്നത് എന്നായിരുന്നു ബസിന്റെ നടത്തിപ്പുകാരനായ ബേബി ഗിരീഷ് പറഞ്ഞത്. ഇന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ ഭാഗത്ത് കുറവുണ്ടായിട്ടുണ്ടെന്ന് പൊതുജനം തിരിച്ചറിയുമെന്നും അതുകൊണ്ട് തന്നെ പരിശോധന നടത്തുമെന്ന് ഉറപ്പുണ്ടെന്നും ബേബി ഗിരീഷ് പറഞ്ഞു. യാത്രക്കാർക്ക് പുറമെ വാഹനം കാണുന്നതിനും മറ്റുമായി നിരവധി ആളുകളാണ് പുലർച്ചെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത ബസ് കോടതി വിധിയുടെ സഹായത്തോടെ വിട്ടു നൽകിയത്. അന്നു തന്നെ ചൊവ്വാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് ബേബി ഗിരീഷ് പറഞ്ഞിരുന്നു. 82,000 രൂപ പിഴയടച്ചാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവനുസരിച്ച് ബസ് വിട്ടു നൽകിയത്. നവംബർ 24 പുലർച്ചെ 2 മണിയോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് പിടിച്ചെടുത്തത്. തുടരെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ വാഹനം പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MVD ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത്. പിന്നീട് ബസ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസിന് ലഭിച്ചിട്ടുള്ളതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം. എന്നാൽ ഏത് പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നുണ്ടെന്നായിരുന്നു വിശദീകരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.